എനിക്ക് നന്നായിട്ട് കണക്റ്റായി. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് നമ്മൾ വായിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ കണ്ടതാണ്, നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതാണ്. അപ്പം എനിക്ക് വളരെയധികം സന്തോഷം ഇതൊരു ട്രൂ സ്റ്റോറിയാണെന്ന് അറിഞ്ഞതിലും. ഒരുപാട് ആളുകൾ വികാരഭരിതരാകുന്നു, നല്ലതല്ലേ? അതെ, ആളുകൾക്ക് ടച്ചായി മനസ്സിലാവുന്നു. ഓഡിയൻസിനൊപ്പം അല്ല സിനിമ കണ്ടത്, പലപ്പോഴും പുറത്തായിരുന്നു എന്ന് മനസ്സിലായി. ഓഡിയൻസിൻ്റെ ആ ഒരു കണ്ണിലെ തിളക്കമുണ്ടല്ലോ, കണ്ണീരുണ്ട്, അത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യും? അത് ശരിക്കും ഉള്ളത് തന്നെയാണോ? അതെ, ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ കൃത്യമായ ആൾക്കാരിലേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സിനിമയുടെ ഒരു പവർ, സിനിമയ്ക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സിനിമയ്ക്ക് മാത്രമല്ല, ആർട്ട് ഫോമാറ്റിൽ മുഴുവനുള്ള ചില സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ആൾക്കാർക്ക് കണക്റ്റായി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സന്തോഷമുള്ള കാര്യമാണ്. രാഷ്ട്രീയം പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പുറത്ത് നിന്നിട്ട് ഈ സിനിമയിൽ ഇതാണ് സംഭവം, ഇതായിരിക്കാമല്ലേ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, പുറത്ത് ചർച്ച ചെയ്യും. അപ്പോൾ അതൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലൊരു റീകോൾ ചെയ്യുകയാണോ സമൂഹത്തിന്? ഉറപ്പായിട്ടും നമ്മൾ സൗകര്യപൂർവ്വം മറന്ന ചില സമര മുഖങ്ങളെ, അല്ലെങ്കിൽ തോറ്റുപോയ ചില സമര നേതാക്കളെ, ജീവിതങ്ങളെ, മനുഷ്യരെ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ PSC ജോലിയിൽ കിട്ടാക്കനിയായിട്ടുള്ള പ്രശ്നം ബാധിച്ചത് കാരണം കൊണ്ടാണോ അതൊരു സീനായിട്ട് തന്നെ ഒരു ഏരിയ ആയിട്ട് തന്നെ പടത്തിൽ പറഞ്ഞു ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. അതിപ്പോൾ PSC തന്നെ വേണമെന്നില്ലല്ലോ. തൊഴിലെടുക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അനവധി ഓപ്ഷനുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിനും കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ടോവിനോ കഠിനാധ്വാനിയെ കാണാൻ പറ്റിയെന്ന് ആളുകൾ പറയുന്നത്. അത് കൃത്യമായിട്ട് അദ്ദേഹം ആളുകൾ പറയുന്നത്, ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ഒരു ഇവോൾവ്മെൻ്റ് ഉണ്ട് ആളുടെ ക്യാരക്ടറിനെന്നൊക്കെ പറയുന്നു ആളുകൾ. ആളിൽ ഒരു വിശ്വാസം, ആളിൽ ഇത്രയും ചെയ്യാൻ പറ്റും, ഒരു പെർഫോമൻസ് രീതിയിൽ സ്ഥിരം ചെയ്യുന്നതല്ലല്ലോ. ടോവി കഠിനാധ്വാനിയാണ്. 2014 മുതൽ എനിക്കറിയുന്ന ആളാണ്. നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു, അതിൻ്റെ ഒപ്പം ആർട്ടിസ്റ്റുകളെല്ലാവരും ഇപ്പം നമ്മൾക്കൊപ്പം നിൽക്കുന്നു. ആ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പം എൻ്റെ മാത്രം സിനിമ എന്ന് പറയുന്നതിൽ തന്നെ യാഥാർത്ഥ്യമില്ല. അത് ആര് പറഞ്ഞാലും അത് യാഥാർത്ഥ്യമില്ല. അതൊരു ഒറ്റയാൾ പോരാട്ടം, ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ അതിന് വേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ടീം വർക്കാണ് സിനിമ എപ്പോഴും. അപ്പോൾ അതിൻ്റെ കൂടെ ഔട്ട്പുട്ടാണ്. കഠിനാധ്വാനം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ചേരൻ സാർ ഇപ്പോൾ സിനിമ കാണും? ചേരൻ സാർ ഇന്നലെ കണ്ടു. പ്രിവ്യൂ, നമ്മൾ ചെന്നൈയിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി വരും, 2 ദിവസം കൊണ്ട് വരും. മികച്ചൊരു സിനിമ, രാജാവിന് എല്ലാ വിധത്തിലും ആശംസകൾ. താങ്ക് യു. ഓഡിയൻസിൻ്റെ കൂടെ സിനിമ കാണാന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ചെയ്തൊരു വർക്ക്, അതെങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം തോന്നി. എല്ലാവരും ആരോഗ്യമൊക്കെ കേട്ടപ്പോൾ, കയ്യടിയൊക്കെ കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയിട്ട്. ഈ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ചെയ്താലേ ആ ആക്ച്വൽ സംഭവങ്ങളെ പറ്റിയിട്ട് കൂടി ആളുകൾ ചിന്ത പോവും, റിസർച്ച് പോവും. ആ രീതിയിൽ നരിവേട്ട എവിടെ നിൽക്കുന്നു തോന്നുന്നത്? നമ്മൾക്ക് ചിന്തിക്കാം, നമ്മളുടെ ഡെമോക്രസിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, എന്തൊക്കെയാണ് എന്നുള്ള ചിന്തിക്കാം. ടോവിനോ ഒരു നടൻ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഇവോൾവ് ആയി നരിവേട്ടയിലൂടെ, അങ്ങനെ ഫീൽ ചെയ്തോ? ഉറപ്പായിട്ടും അങ്ങനെ. ടോവിനെ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ആ ക്യാരക്ടർ ഒന്നും കൂടി അങ്ങോട്ട് എന്താണ് അഴിഞ്ഞാടി അഭിനയിച്ചു എന്ന് തന്നെ പറയാം. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മെസ്സേജ് പറയുന്ന സിനിമ എന്നിട്ട് അപ്പുറത്തൊരു കൊമേഴ്ഷ്യലി ഇത് നല്ലൊരു എൻ്റർടൈനറാണ്, ആളുകൾക്ക് കാണാം. ഉറപ്പായിട്ടും ഒരു ഭയങ്കര ഒരു വിഷ്വൽ തന്നെ ഒരുക്കിയിരിക്കുന്ന രാജും അതിൻ്റെ ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാം കൂടി ചേർന്നിട്ട് ഷിയാസ് ഹാസനും ടിപ്പു ഷാനവാസും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഭയങ്കര ഒരു സദ്യ തന്നെയാണ്. നന്നായിട്ട് കാണാം. ഇത് ഒരു പൊളിറ്റിക്കൽ സംഭവം എന്നുള്ള രീതിയിൽ സിനിമ എത്രമാത്രം കണക്ട് ആയിട്ടുണ്ട്? എനിക്ക് നന്നായിട്ട് കണക്റ്റായി. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് നമ്മൾ വായിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ കണ്ടതാണ്, നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതാണ്. അപ്പം എനിക്ക് വളരെയധികം സന്തോഷം ഇതൊരു ട്രൂ സ്റ്റോറിയാണെന്ന് അറിഞ്ഞതിലും. ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ടോവിനോട് ഒരു വൺ ഓഫ് ദ കൈൻഡ് പെർഫോമൻസ് ആയിരിക്കും. ടോവിനോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, എനിക്കിത് സ്ക്രിപ്റ്റും സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതെ, അത് നന്നായിട്ട് അവർ പെർഫോം ചെയ്തുകൊണ്ടാണ് നമുക്കിത് കണക്റ്റ് ആയത്. ഉണ്ടാവും. ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവട്ടെ. നല്ലൊരു സോഷ്യൽ റെലവൻറ്റ് ആയിട്ടുള്ള നല്ലൊരു മെസ്സേജ് അല്ല സർ. എല്ലാവരും പോയി കാണും. അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ക്യാരക്ടർ തന്നെ. അടിപൊളി. സിനിമ ഭയങ്കര ഫീലായിരുന്നു. കരച്ചിൽ വരികയായിരുന്നു. അവസാനമൊക്കെ ഇരുന്ന് കരഞ്ഞു പോയി. അതാ നല്ലതായിരുന്നു. കൊള്ളാം. സംഭവം നല്ല മേക്കിങ് അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. പിന്നൊന്നും പറയില്ല. എല്ലാവരും കാണണം. സൂപ്പർ. പെർഫോമർ എന്നുള്ള രീതിയിൽ ടോവിയുടെ ഒരു നെക്സ്റ്റ് മൈൽ സ്റ്റോൺ ആണോ? എന്തോ എനിക്ക് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ അടുത്ത ലെവൽ പരിപാടിയാണോ? അടിപൊളിയാണ്. പിന്നെ ഫസ്റ്റ് മറ്റേ യുവാക്കൾക്കിടയിൽ കുറേ PSC അങ്ങനെ സംഭവം. ഞങ്ങളൊക്കെ PSC പഠിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങളും ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നാണ് പോകുന്നത്.
PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു വിഷമം പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തായിരുന്നു ഞങ്ങൾ പെട്ടെന്ന്. ഞങ്ങൾ PSC എക്സാമൊക്കെ എഴുതുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു തോന്നിയായിരുന്നു. ആ സിനിമ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറയുകയും ചെയ്തു. ടോബി വിഷമം ചെയ്യുമ്പോൾ വളരെ റിലേറ്റബിൾ ആണ്. അത് ഞങ്ങളും കരഞ്ഞു പോയി. നല്ല സിനിമയായിരുന്നു. താങ്ക് യു. സൂപ്പർ പടം, നല്ല ഇമോഷൻ കലക്കം പടം, കണ്ടിരിക്കേണ്ട പടമാണ്. അതെ അതെ, ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ്, കണ്ടിരിക്കേണ്ട പടമാണ്. അടിപൊളി ഇമോഷൻ പടം. പിന്നെ തീർച്ചയായും നല്ല സൂപ്പർ മൂവി, അടിപൊളിയാണ്. ടോബി അടിപൊളി എന്ന് പറഞ്ഞു. ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷേ എന്നാലും ടോട്ടൽ ആ സംവിധാനവും എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി, കണ്ടന്റ്, സബ്സ്റ്റൻസ് എല്ലാം നന്നായിട്ടുണ്ട്. ഉണ്ട്, നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് സത്യമായിട്ട് തന്നെ വളച്ചൊടിക്കുക തന്നെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാം. തീർച്ചയായും. കാരണം എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് അത്യാവശ്യം അന്നത്തെ തലമുറയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പത്രം വായിക്കുന്ന ശീലമൊക്കെയും അതുകൊണ്ട് കറക്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇത് മനുഷ്യന്റെ ഭാഗത്തു നിന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. നമ്മൾ അടിസ്ഥാനവർഗമായ ആദിവാസികളുടെ കേരളത്തിലെ ഗോത്ര സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ടോവിനോയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ടായിരുന്നു? റിലേറ്റബിൾ ആയിരുന്നോ? റിലേറ്റബിൾ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ ഈ കാലത്ത് PSC ജോലി മാത്രം നോക്കിയിരുന്നിട്ടും കാര്യമില്ല. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്, വളരെ ബെറ്റർ. ഒരു കേരളത്തിൽ നടന്നൊരു സംഭവം തന്നെയാണോ കാണിച്ചിട്ടുള്ളത്? അല്ലാതെ ഫിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നടന്ന സംഭവം എന്ന് പറയാൻ പറ്റില്ല. ശക്തമായ പ്രമേയം, ശക്തമായ ഒരു കഥയും നല്ല ഗംഭീരമായിട്ടുണ്ട് പടം. എല്ലാം അങ്ങനെ ഒന്നിച്ചിട്ട് പറയാൻ പറ്റില്ല. മാറ്റി നിർത്തി സമാധാനമായിട്ട് എടുക്കാം. സൂപ്പർ പടം, നല്ല ഇമോഷൻ കലക്കം പടം, കണ്ടിരിക്കേണ്ട പടമാണ്. അതെ അതെ, ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ്, കണ്ടിരിക്കേണ്ട പടമാണ്. അടിപൊളി ഇമോഷൻ പടം. പിന്നെ തീർച്ചയായും നല്ല സൂപ്പർ മൂവി, അടിപൊളിയാണ്. ടോബി അടിപൊളി എന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ക്യാരക്ടർ തന്നെ, അടിപൊളി. ഇത് ഒരു പൊളിറ്റിക്കൽ സംഭവം എന്നുള്ള രീതിയിൽ സിനിമ എത്രമാത്രം കണക്ട് ആയിട്ടുണ്ടായിരുന്നു? എനിക്ക് നന്നായിട്ട് കണക്റ്റായി. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് നമ്മൾ വായിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ കണ്ടതാണ്, നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതാണ്. അപ്പം എനിക്ക് വളരെയധികം സന്തോഷം. ഇതൊരു ട്രൂ സ്റ്റോറിയാണെന്ന് അറിഞ്ഞതിലും ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ടോബിനോടൊരു വൺ ഓഫ് ദ കൈൻഡ് പെർഫോമൻസ് ആയിരിക്കും. ടോവിനോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, എനിക്കിത് സ്ക്രിപ്റ്റും സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതെ, അത് നന്നായിട്ട് അവർ പെർഫോം ചെയ്തുകൊണ്ടാണ് നമുക്കിത് കണക്റ്റ് ആയത്. ഉണ്ടാവും. ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവട്ടെ. നല്ലൊരു സോഷ്യൽ റെലവൻറ്റ് ആയിട്ടുള്ള നല്ലൊരു മെസ്സേജ് അല്ല സർ.